സാധാരണ അലാം സിസ്റ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ വരുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അലാം സിസ്റ്റം ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൊബൈലിൽ അലാം നമ്മളിവിടെ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് അലാം സിസ്റ്റം, അലാമിൽ പിന്നെ ഞെക്കിയെന്ന് വിചാരിക്കുക. എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളോട് അനുമതി ഇല്ലാണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വേണ്ട അലാം അടിക്കുന്നു, അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മളിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ സ്റ്റെയർ ഇങ്ങനെ കയറുകയെന്ന് വിചാരിക്കും. സ്റ്റെയർ കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് നല്ല ഇതല്ലേ, എല്ലാം ഓരോന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു സംഗതി എന്താ വെച്ചാൽ, ഈ വീടിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിന്നാലും നമുക്ക് വൈഫൈ കിട്ടും. വൈഫൈ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ളതാണല്ലോ. അതാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റമാണത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ നിന്നാലും നമ്മുടെ ഈ വീടിൻ്റെ ഏത് മൂല നിന്നാലും നമുക്ക് വൈഫൈ എന്ത് ചെയ്യും? വളരെ ഫുൾ റേഞ്ചിൽ കിട്ടും എന്നുള്ളതാണ് വേറെ സവിശേഷതയുണ്ട്. എളുപ്പത്തിൽ പഠിക്കാം, എളുപ്പത്തിൽ ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ബെൽസൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുക.